ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ഷവർമ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് 4 മുട്ട നമ്മൾ പുഴുങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നമുക്ക് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് കുക്കമ്പർ, ഇതൊക്കെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് സവാള, ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കണം. പിന്നെ കുറച്ചധികം തന്നെ ക്യാബേജും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും പിന്നെ നമ്മൾ ചിക്കൻ നമ്മൾ പൊരിച്ചിട്ട് അതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചെറിയ ചെറിയ ചിക്കൻ പീസസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട വെച്ചിട്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കൂട്ടുകളൊക്കെ എന്ന് വെച്ചാൽ ക്യാരറ്റ്, ക്യാബേജ്, മല്ലിയില, ചിക്കന്, പിന്നെ കുക്കുംബർ, ഇതൊക്കെ പാടെ കൂടി ഇട്ടിട്ട് നമ്മൾ കുഴച്ച് ഇങ്ങനെ മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മയോണൈസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ സമയത്ത് കെച്ചപ്പില്ല. പിന്നെ കെച്ചപ്പില്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ടേസ്റ്റും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, കെച്ചപ്പിന് വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞേച്ചു. കടയിൽ പോയപ്പോൾ അവിടെ കിട്ടിയില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് വെച്ചില്ലേ, അതിലേക്ക് ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഉപ്പും അതേമാതിരി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മളുടെ മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും വലിയ പാത്രം എന്തിനാണ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയത്തെ പാത്രത്തിൻ്റെ ആരോട്ടോ പറഞ്ഞത്, നമ്മൾ ഈ റോൾ ചെയ്ത് മാറ്റി വെക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുബൂസിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കാം. പിന്നെ ഇവിടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുബൂസിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുറേ അധികം മയോണൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വേറെ മയോണൈസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അതിന് നമ്മൾ എല്ലാതും ഇങ്ങനെ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് റെഡിയാവും. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ പെട്ടെന്നൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. ഇത് വേണമെങ്കിൽ ചപ്പാത്തിയിൽ ചെയ്യാം, പിന്നെ ബ്രെഡിലൊക്കെ ചെയ്യാം കേട്ടോ. ബ്രെഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസസായി കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്കിത് ഒരു കുബൂസ് തന്നെ മതി ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എടുക്കുന്ന നമ്മൾ വീട്ടിലുള്ള ആൾക്കാരനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുബൂസിലൊക്കെ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഷവർമ കഴിക്കാൻ പൂതിയായപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കടയിൽ പോയിട്ട് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സവാള ഒന്നും ഉണ്ടായില്ല. മെയിനായിട്ട് സവാള മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ പിന്നെ ഇതൊക്കെ മേടിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം പോയ ആൾക്കാർക്ക് ഈ കെച്ചപ്പ് മേടിക്കണം എന്നുള്ളത് അതുണ്ടായില്ല. അപ്പോൾ പിന്നെ അത് മേടിക്കാണ്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ കെച്ചപ്പിൽ നമ്മൾ ഇട്ടതിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുബൂസിൽ രണ്ടാമത് തേച്ചിട്ട് നമ്മൾ ഇതേമാതിരി റോൾ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ ഷവർമ മേടിച്ചാൽ ഈ 60 ഉറുപ്പികയൊക്കെ പോയി ഇടങ്ങാറാവുന്നതിന് നല്ലത് നമ്മൾ സ്വന്തം പെരയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര വേണമല്ലോ തിന്ന് നമുക്ക് ക്യാഷിൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ടില്ല. കുറച്ചൊന്ന് ഇടങ്ങാറായാൽ മതി. പിന്നെ ഇതിലധികം പൊരിക്കണ്ട, ഒന്നും ചെയ്യൊന്നും വേണ്ട. എണ്ണയായിട്ടുള്ള അധികം കളികളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് കുറച്ചധികം ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഇടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കാവുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുബൂസിൽ ചെയ്ത ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് പിന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി റോളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുബൂസിൻ്റെ അടുത്തൊക്കെ ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ കുബൂസ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പുറത്ത് ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്കില്ല. ഞങ്ങളെ വീഡിയോ പ്രോപ്പറായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം. വിസിറ്റ് റോഡിൽ ഇരുന്നിട്ട് നൈറ്റൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പം മഴ ഉണ്ടെന്നുണ്ടെങ്കിലും അതും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.